ശശി തരൂരിനെ പൂർണ്ണമായും അവഗണിക്കാൻ സംസ്ഥാന കോൺഗ്രസ് ഹൈക്കമാൻഡിന് പരാതി നൽകുന്നത് അവസാനിപ്പിക്കാനും നേതാക്കൾക്കിടയിൽ ധാരണ. അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ തരൂരിന് വീരപരിവേഷം ലഭിക്കുമെന്ന് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങൾ വേണ്ടെന്നാണ് കോൺഗ്രസിനകത്തെ തീരുമാനം. പാർട്ടിയുടെ രാഷ്ട്രീയ നയങ്ങൾക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ച ശശി തരൂർ സംസ്ഥാന കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചത് വല്ലാത്തൊരു ഊരാക്കുടുക്കിലായിരുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം ഇടത് സർക്കാരിനെ വാഴ്ത്തിപ്പാടുമ്പോൾ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ നന്നേ പാടുപെട്ടു. വിവാദത്തിൽ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്ന തരൂരിനെ തൽക്കാലം അവഗണിക്കാനാണ് സംസ്ഥാന കോൺഗ്രസിലെ ധാരണ. തരൂരിനെതിരെ പരാതിയുമായി ഇനി ഹൈക്കമാൻഡിനെ സമീപിക്കുകയുമില്ല. അച്ചടക്ക നടപടിയെടുത്ത് രക്തസാക്ഷി പരിവേഷം നൽകിയാൽ തരൂർ അതും ആയുധമാക്കുമെന്നാണ് വിലയിരുത്തൽ. രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചു വരുത്തി അതൃപ്തി അറിയിച്ച സാഹചര്യത്തിൽ തരൂരിന്റെ തുടർ നീക്കങ്ങളും പാർട്ടി നിരീക്ഷിക്കുകയാണ്. പാർട്ടി പരിപാടികളിൽ തരൂരിന് കാര്യമായ പരിഗണന നൽകില്ല. തിരുവനന്തപുരത്ത് സംഘടനാ തലത്തിൽ തന്നെ തരൂരിനെ അവഗണിക്കാൻ DCCക്കും നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. പെരിയ ഇരട്ടക്കൊലപാതക വാർഷിക ദിനത്തിൽ CPMനെ വിമർശിക്കുന്ന പോസ്റ്റർ ഒഴിവാക്കിയത് കൂടിയായപ്പോൾ കോൺഗ്രസിൽ തരൂർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു കഴിഞ്ഞു. തരൂരിന്റെ നീക്കങ്ങൾ പാർട്ടിയോടുള്ള നന്ദികേടാണെന്ന വികാരം സാധാരണ പ്രവർത്തകരിലും സജീവമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് അണികൾ നാടിനും പാർട്ടിക്കാർക്കും ഒരു പ്രയോജനവുമില്ലാത്തയാൾ എന്നൊക്കെ പരിഹസിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ പൂർണ്ണമായും അവഗണിച്ചാൽ വിവാദം താനേ കെട്ടടങ്ങുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത്. കൂടുതൽ ആവശ്യങ്ങൾ ഉയർത്താനോ എന്തെങ്കിലും ഡിമാൻഡ് വയ്ക്കാനോ കഴിയാത്ത വിധത്തിൽ തരൂർ ദുർബലനായി കഴിഞ്ഞുവെന്നും നേതാക്കൾക്കറിയാം. പരിഗണന കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് പടക്കിറങ്ങിയിട്ടൊടുവിൽ സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും വെറുക്കപ്പെട്ട നേതാവായി മാറിയെന്നതാണ് നിലവിൽ ശശി തരൂരിന്റെ അവസ്ഥ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.